സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകണം എങ്ങനെ നമുക്ക് BGMI ഗെയിം ലൂപ്പിൽ കളിക്കാം. ഓക്കെ, അപ്പോൾ 3 പ്ലെയറിൽ എങ്ങനെ കളിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് വന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബ്രോ 3 പ്ലെയർ ഭയങ്കര ലാഗാണ്, ലാപ്ടോപ്പിലൊന്നും കളിക്കാൻ പറ്റില്ല, ലാപ്ടോപ്പിന് വേറെ തന്നെ ഒപ്റ്റിമൈസേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള വീഡിയോ ഞാൻ ആൾറെഡി ഇട്ടിട്ടുണ്ടെന്നല്ല, അതിനുള്ള വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വരും. കാരണം എൻ്റെ ഒരു ലാപ്ടോപ്പില്ല. അപ്പം ലാപ്ടോപ്പിനെ ടെസ്റ്റ് ചെയ്തിട്ട് ലാപ്ടോപ്പിന് പറ്റിയ എങ്ങനെയാണ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ലാപ്ടോപ്പുള്ള നല്ലൊരു ഹൈ എൻഡ് അല്ലെങ്കിൽ മീഡിയം സ്പെക്കുള്ള ലാപ്പുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൽ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു ടെസ്റ്റിംഗ് ചെയ്ത് ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ട് ആ ഒരു വീഡിയോ കണ്ടൻറ്റ് ചെയ്ത് ഇടാം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് യൂസ് ആവും. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് PC പാക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്കോഡിൽ വരിക. ഇവിടെ വന്നതിന് ശേഷം VC സപ്പോർട്ടിൽ വരിക. ഓക്കെ, ഇവിടെ വന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഗെയിം ലൂപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പറഞ്ഞുതരാം. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മോമോ പ്ലെയറിനെ കാട്ടിയും സേഫ് ആണോ എന്നല്ല, എന്ന് വെച്ചാൽ ഒപ്റ്റിമൈസേഷൻ ആണോ ഗെയിം ലൂപ്പിൽ? യെസ് ഗൈസ്, ഒരു 50% ഒപ്റ്റിമൈസേഷൻ ആണ് ഗെയിം ലൂപ്പിൽ. അതിനെക്കാട്ടി ഒപ്റ്റിമൈസേഷൻ ആണ് LD പ്ലെയറിലൊന്നും ഇപ്പം ജസ്റ്റ് കളിക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ചിലപ്പം കളിക്കാൻ പറ്റിയെന്ന് വരാം. ഓക്കെ, അപ്പോൾ അത് കുറച്ച് പക്ഷേ പെയിൻ ID സേഫ് അല്ല ചെറുതായിട്ട്, അതുകൊണ്ടാണ് ഞാൻ LD പ്ലെയർ ഒന്നും പറയാത്തത്. അപ്പോൾ നമുക്ക് ഗെയിം ലൂപ്പിൽ ഇൻസ്റ്റാളേഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യണം. ഇവിടെയാണ് ഞാൻ നിങ്ങൾക്ക് ഫയൽ തരാൻ പോകണം എന്നത്തെ പോലെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ PC പാക്ക് എന്ന് പറഞ്ഞാൽ 231 സബ്ബുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയണം, നമ്മളെ ക്ലയൻറ്റ് തുടങ്ങിയിട്ടുണ്ട് BGMIയിൽ. അപ്പോൾ അതിലൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക പറ്റുമെന്നുണ്ടെങ്കിൽ. ഓക്കെ, പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഫയൽ, BGMI ഓൺ ഗെയിം ലൂപ്പ് 4.4 എന്ന് പറഞ്ഞ ഫയൽ. ഓക്കെ, അപ്പം ഈ ഫയൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് 4.4 ഗെയിം ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളിവിടെ ഈ GP ഇൻസ്റ്റാളർ എന്ന് പറയുന്ന ഈ ഒരു സാധനം കണ്ട, ഇതങ്ങ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ ഗെയിം ലൂപ്പ്. S കൊടുക്കുക. ഇങ്ങനത്തെ ഓപ്ഷൻ വന്നതിന് ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ ഒരു 10 മിനിറ്റ് 5 മിനിറ്റിനകത്ത് 5 മിനിറ്റ് ഒന്നും ആവില്ല, പെട്ടെന്ന് തീർക്കാൻ നോക്കാം. എന്നിട്ട് ഒപ്റ്റിമൈസേഷൻ മാക്സിമം പറ്റണത് ഈ ഒരു വീഡിയോയിൽ, മാക്സിമം അല്ല, കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ സ്റ്റോറിൽ പോകുക അല്ലെങ്കിൽ മീയിൽ പോവുക. ഇവിടെ വന്നതിന് ശേഷം ഈ Twitter X എന്ന് പറഞ്ഞ ഒരു സാധനം ഇൻസ്റ്റാൾ കൊടുക്കുക. വേറെ ഒന്നിനുമല്ല, ട്വിറ്റർ വെച്ച് ലോഗിൻ ചെയ്യാനല്ല, ഞാൻ ഫേസ്ബുക്ക് വെച്ചാണ് ലോഗിൻ ചെയ്യണത്. നമുക്ക് ഈ ഒരു എൻജിൻ ഡൗൺലോഡായി കിട്ടാനാണ്. ഓക്കെ, ഇമുലേറ്റർ ഒന്ന് ഡൗൺലോഡായി കിട്ടാനാണ്. ഇമുലേറ്റർ ഡൗൺലോഡ് ആയിട്ടില്ല. ഇമുലേറ്റർ 700 MB ഇമുലേറ്ററാണ്. 3 പ്ലെയറും 700 MB ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇത് കൂടുതൽ ഒപ്റ്റിമൈസേഷൻ എന്ന് ചോദിച്ചാൽ, ആൾറെഡി ഇത് PUBGക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇമുലേറ്ററാണ്. നിങ്ങൾക്കറിയാമല്ല, ഗെയിം ലൂപ്പ് എന്ന് പറഞ്ഞാൽ PUBGക്കുള്ള ഇമുലേറ്ററാണ്. അത് തന്നെ എൻ്റെ പൊന്നോ ഭയങ്കര സ്മൂത്താണ്, ഒരൊറ്റ ലാഗില്ല. ഇപ്പോൾ BGMI സെയിം സാധനം തന്നെയാണ്, പക്ഷേ എന്നാലും ലാഗുണ്ട്. അത് ഒപ്റ്റിമൈസേഷൻ BGMI ചെയ്യാത്തതുകൊണ്ട്. എന്നാലും ഒരുവിധം ഗെയിം ലൂപ്പ് പിടിച്ച് നിൽക്കുന്നുണ്ട്. 3 പ്ലെയർ എല്ലാം നമ്മൾ ഈ ഫ്യൂഷൻ ഫയൽ പറഞ്ഞ ആൾ ഒപ്റ്റിമൈസേഷൻ ചെയ്യണതാണ്. ഓക്കെ, അപ്പം ഇതെന്തായാലും ഡൗൺലോഡ് ആവുന്ന സമയം കൊണ്ട് ഫ്യൂഷൻ എങ്ങനെ ഡൗൺലോഡ് ആക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ടെലിഗ്രാമിൽ തന്നെ പോവുക. ഇവിടെ വന്നതിന് ശേഷം താഴോട്ട് വരിക. May 30 ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഫ്യൂഷൻ, ഇപ്പം വരെ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഫ്യൂഷൻ. അപ്പോൾ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ടെലിഗ്രാം ജോയിൻ ചെയ്യണം. കാരണം ഇനി പുതിയ ഫ്യൂഷൻ വല്ലതും വരുമെങ്കിൽ ഇവിടെ ലേറ്റസ്റ്റ് ഫ്യൂഷൻ എന്ന് പറഞ്ഞിടും. അപ്പോൾ അത് തന്നെ ഡൗൺലോഡ് ആക്കണം. പ്രോസസ്സ് എല്ലാം സെയിം തന്നെ ആയിരിക്കും. എപ്പോഴും ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് ഇത് ഓപ്പൺ ചെയ്യണമെന്നുണ്ട്. ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇമുലേറ്ററിൻ്റെ എഞ്ചിൻ. അപ്പോൾ നമുക്കിത് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യാൻ പോകണില്ല. ട്വിറ്റർ വെച്ചാൽ ലോഗിൻ ചെയ്യണം, ഫേസ്ബുക്ക് വെച്ചാൽ ലോഗിൻ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വേറെ ആവശ്യം എന്ന് വെച്ചാൽ ഈ ഒരു ഇമുലേറ്റർ ഡൗൺലോഡായി കിട്ടാനാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ F9 പ്രസ് ചെയ്യുക. ഓക്കെ, F9 പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കിട്ടും. ഇവിടെ വന്നതിന് ശേഷം ബ്രൗസറിൽ വരിക. ഇവിടെ ജസ്റ്റ് വന്നിട്ട് സെർച്ച് ചെയ്യുക പ്ലേ സ്റ്റോർ. S2
ഓക്കെ, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ വിത്ത് ആൾവേസ് പ്ലേ സ്റ്റോർ, എന്നിട്ട് സൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ സൈൻ ചെയ്തിട്ട്. അപ്പോൾ ഗൈസ് ഇവിടെ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ആയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് BGMI സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, വേറെ പരിപാടിയൊന്നുമില്ല. മറ്റേതുപോലെ 32 ബിറ്റ് അല്ല, 64 ബിറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ HD കൊടുക്കുക ഡൗൺലോഡ് ആക്കാൻ. സോ ഗൈസ് അവിടെ BGMI ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഓക്കെ കൊടുക്കുക, എന്നിട്ട് ഇതിന് ബാക്ക് ഇറങ്ങുക. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇതിൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇമ്യൂലേറ്ററിൻ്റെ സെറ്റിങ്സ് പറഞ്ഞുതരാം. 3 ഡോട്ടിൽ പോവുക, ഇവിടെ സെറ്റിങ്സിൽ വരിക. അതിന് ശേഷം ആട്ടോ റൺ ഓൺ സ്റ്റാർട്ടപ്പ് ഓഫ് ചെയ്യുക. ഓക്കെ, ഹൈഡ് അഡ്വാൻസ് വാട്ടർമാർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് താഴോട്ട് വരിക, എൻജിനിൽ വരിക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യൽ കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്യൽ കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇവിടെ GTXൻ്റെ 1660 സൂപ്പറാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യൽ കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ പ്രൊസസ്സറിൻ്റെ ഗ്രാഫിക്സിലാണ് ഓട്ടിക്കണമെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ Ryzen 5 5600X അങ്ങനത്തെ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്ത പ്രൊസസ്സറാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നിങ്ങളെ പ്രൊസസ്സറിലാണ് നിങ്ങൾ ഓട്ടിക്കണമെന്നുണ്ടെങ്കിൽ DirectX കൊടുക്കുക. നിങ്ങൾക്ക് ഇത് രണ്ട് മാറ്റി യൂസ് ചെയ്ത് നോക്കാം. ഏതിലാണ് നല്ല ഓർണയിൽ നോക്കിയതിന് ശേഷം DirectX ഓപ്പൺ ചെയ്യില്ല കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ വേറെ ഒന്നും ഓഫ് ചെയ്യാനില്ല. ഇനി ആൻറ്റി എലിനേഴ്സിന് ഇതൊന്നുമില്ല. മെമ്മറിയിൽ വന്നിട്ട് നിങ്ങൾക്ക് എത്ര GB റാം ഉണ്ട് കമ്പ്യൂട്ടറിൽ, അത്രയും അനുസരിച്ച് കൊടുക്കാം. എനിക്കിവിടെ 32 GB റാം ഉണ്ട്, 32 GB. അപ്പോൾ ഞാൻ ഇവിടെ 16 GB റാം കൊടുക്കും. ഇത് ഓഫ് ചെയ്തിട്ടോ, ഇതിൻ്റെ ആവശ്യമില്ല. 16 GB റാം കൊടുക്കാനുള്ള ഓപ്ഷനില്ല. അപ്പോൾ 8 GB തന്നെ മാക്സിമം, 80 തന്നെ കൊടുക്കാം. പ്രൊസസ്സർ കൗണ്ട് നിങ്ങളിവിടെ CPU വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം. എനിക്കിവിടെ 6 കോർ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു 4 കോർ കൊടുക്കും ഇതിന്. ഓക്കെ, റെസൊല്യൂഷൻ വന്നിട്ട് ഞാൻ ഇവിടെ 1080p ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. കസ്റ്റമൈസിൽ പോയിട്ട് iPad view ആണെങ്കിൽ iPad viewൻ്റെ കൊടുക്കാം. കസ്റ്റമൈസിൽ പോയിട്ട് iPad viewൻ്റെ റെസൊല്യൂഷൻ ഇവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ തൽക്കാലം 1080p ആണ് കൊടുക്കുക. സ്ക്രീൻ DPI 240 തന്നെ ഇരുന്നോട്ട്, വേറെ ഓപ്ഷനൊന്നും ഇവിടെ മാറ്റില്ല. മോഡലിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമൈസ് തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. SM ക്യാപിറ്റൽ X910. ഓക്കെ, M ആണ് പതിക്കിയത്. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു RAR ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത ഈ ഒരു ഫോൾഡറിൽ വരിക. എന്നിട്ട് ഇവിടെ സ്നെയിൽ വെയിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു EXE ഉണ്ട്, ഇതിനെ ഓപ്പൺ ചെയ്യുക. ഗെയിം സെറ്റിംഗ്സ് ആർ സേവ്ഡ് എന്ന് കാണിക്കും, യെസ് കൊടുക്കുക. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം ടൂൾ ബോക്സിൽ വരിക. കിൽ ആൾ ഗെയിം ലൂപ്പ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, യെസ്. എന്നിട്ട് ഈ ഒരു TVM എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡർ, ഒരു ഫയൽ കണ്ടാ ഗൈസ്, ഇതിനെ നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നിട്ട് ഡിസ് PCയിൽ വരിക. ഇവിടെ വന്നതിന് ശേഷം C ഡ്രൈവിൽ വരിക, യൂസറിൽ വരിക. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം വ്യൂ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് ഷോ ഹൈഡൻ ഐറ്റംസ്. ഓക്കെ, ഇവിടെ വരിക. എന്നിട്ട് നിങ്ങളെ നിങ്ങൾ ഏതാണ് PCയിലെ പേര് അതിൽ വരിക. എൻ്റെ PC പാക്കുമെന്നാണ്, അപ്പം അല്ല PC പാക്കുന്നില്ല, ഒട്ടും പാക്കുമെന്നാണ്. അപ്പോൾ ഇതിൽ വരിക. എന്നിട്ട് ആപ്പ് ഡേറ്റയിൽ പോവുക. ഓക്കെ, ഹൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കണം, ഹൈഡ് ഐറ്റംസ്. എന്നാൽ ഇതൊക്കെ വരുമോ. റോമിങ്ങിൽ പോവുക, ആൻഡ്രോയിഡ് T ബോക്സിൽ പോവുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ഇതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പഴയ ഡിലീറ്റ് ചെയ്ത് പുതിയതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം ഗെയിമിൽ വരിക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി കൊടുക്കാം. ഞാൻ പറയണത് 720 അല്ലെങ്കിൽ 1080p, ഇതിലായാലും കൊടുക്കാം. ഞാൻ ഇവിടെ 1080p കൊടുക്കുകയാണ്. എന്നിട്ട് സ്മൂത്ത് കൊടുക്കുക. ഇവിടെ ഗ്രാഫിക്സ് ക്വാളിറ്റി എപ്പോഴും. എന്നിട്ട് FPS 90 കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ലോഞ്ചറിൽ ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് കീ മാപ്പിംഗ് ഇവിടെ ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ഉണ്ട് സ്മാർട്ട് 720 1080p നോർമൽ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീ മാപ്പിംഗ് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 1080p ആണ് ഇവിടെ റെസൊല്യൂഷൻ ഗെയിമിൻ്റെ കൊടുത്തതുകൊണ്ട് ലോഞ്ചറിൽ 1080p നോർമൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ഗെയിം ലൂപ്പ് ഓപ്പൺ ചെയ്യാം. ഇതിനെ ക്ലോസ് ചെയ്യാൻ കളയാൻ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് അടുത്ത് ഇമുലേറ്റർ ഓപ്പൺ ചെയ്യുമെന്ന് വെച്ചാൽ മീയിൽ പോവുക. ഇവിടെ കസ്റ്റം ഇൻസ്റ്റലേഷനിൽ BGMI ആൾറെഡി ഇവിടെ ഉണ്ട്.
ഇത് ക്ലിക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂഷൻ ഓപ്പൺ ചെയ്യുക. ഫ്യൂഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഗെയിം ലൂപ്പ് സെലക്ട് ചെയ്യുക. ഗെയിം ലൂപ്പ് ലോഞ്ച് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. യു ആർ യൂസിങ് ഓപ്പൺ ജി എൽ റെൻഡർ, യു ആർ ഫേസിങ് ലാഗ് ഫ്രെയിം ഡ്രോപ്പ്, പ്ലീസ് ചേഞ്ച് ടു ഡയറക്ട്രിക്സ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ലോഞ്ചിങ് ഗെയിം ലൂപ്പ് ഇവിടെ ലോഞ്ച് ആവുകയാണ്. ഗെയിം ലൂപ്പ് ഈസ് റെഡി ഫോർ ബൈപാസ്. റിമൂവ് BGMI catch files. Catch files clearing done. Starting battery counts mobile India. ഓക്കെ, അപ്പോൾ BGMI ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഞാൻ ഇത് ബാക്ക് ഇറങ്ങാം. കാരണം ഞാൻ ഇവിടെ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ബാക്ക് ഇറങ്ങാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്യൂഷൻ എങ്ങനെ വെരിഫിക്കേഷൻ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞാൽ ചിലവർ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തെ വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് കാണിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പച്ച സ്ഥലത്ത് വരിക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനും വരില്ല. ഡയറക്റ്റ് വെരിഫിക്കേഷൻ എന്ന് പോകുമ്പം ഇങ്ങനത്തെ ഒരു പേജ് വരും. എന്നിട്ട് കണ്ടിന്യൂ വെരിഫിക്കേഷൻ, എന്നിട്ട് ഇവിടെ 15-13 സെക്കൻഡ് ഓടും. ഇതിനനുസരിച്ചൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഫ്യൂഷൻ വെരിഫിക്കേഷൻ ചെയ്യണത്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂർ കളിക്കാൻ പറ്റും ഫ്രീ ആൾക്കാർക്ക്. പെയ്ഡ് ആൾക്കാർക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് എപ്പോഴും വേണോ കളിക്കാം. ഫ്രീ ആൾക്കാർക്കാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഒരു ദിവസം 2 മണിക്കൂർ വാലിഡിറ്റി ആണ്, 2-1.5 മണിക്കൂർ എന്നാണ്. ഇങ്ങനെ വന്ന് ഇത് ഓക്കെ കൊടുക്കാൻ പാടില്ല, താനെ ക്ലോസ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ലോഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ നിമിറേറ്ററിൻ്റെ സെറ്റിങ്സ് ഓക്കെയാണ് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് ഇനി BGMI ലോഗിൻ ചെയ്യാനുള്ള മെത്തേഡ്സ് കണ്ടുപിടിച്ചിട്ട് ഫേസ്ബുക്ക് വഴി ഞാൻ ലോഗിൻ ചെയ്തിട്ട് ഫേസ്ബുക്ക് ലോഗിൻ ആക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ലോഞ്ച് പുതുക്കുക. വീണ്ടും റീസ്റ്റാർട്ട് ഈസ് കറൻലി റീസ്റ്റാർട്ട് ഗെയിം ലൂപ്പ് ഈസ് കറൻലി റണ്ണിങ്. റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിക്കും. ജസ്റ്റ് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. FPS നിങ്ങൾക്ക് ഇവിടെ മീറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് FPS മീറ്റർ കൂടി ഓണാക്കാം. ഓക്കെ, അപ്പോൾ ലോഞ്ചിങ് ഗെയിം ലൂപ്പ് നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫ്യൂഷനിൽ വന്നിട്ട് ലോഞ്ച് വിധിക്കാൻ മാത്രം മതി. ഫ്യൂഷൻ ആൾറെഡി ഓപ്പണിലാണ്, ഞാൻ വീണ്ടും ലോഞ്ച് കൊടുത്തറിയാം, കുഴപ്പമില്ല. ഓക്കെ എടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ BGMI അക്കൗണ്ട് ലോഗിൻ ആയിരിക്കുകയാണ്. പാട്ടും കൂട്ടും ഓഫ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം അൺറാങ്ക് ഏരിയ TDM പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ കീ മാപ്പിങ്ങിൻ്റെ ഏരിയയാണ് എല്ലാവർക്കും ഡൗട്ട് പറഞ്ഞത്. കസ്റ്റമൈസ് ബട്ടൺ, കസ്റ്റമൈസ് ഇവിടെ വന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കിൻ്റെ ഇവിടെ കീസ് വന്നിട്ടുണ്ട്, കുറേ എല്ലാം വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് കീ മാപ്പിംഗ് ആണ്, നമ്മൾ 1080p കൊടുത്തതുകൊണ്ടാണ്. ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ഐക്കണിൽ പോവുക. ഓക്കെ, ഏത് ഐക്കൺ? ഈ ഒരു ഐക്കൺ, കീ മാപ്പിംഗ്. ഓക്കെ, ഇവിടെ സ്നെയിൽ കീ മാപ്പിംഗ് 1080p എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്നും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇതിലുള്ള കീസ് മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അല്ല ഇതിനൊന്നും അനക്കാൻ പാടില്ല. F11 വിധിക്കുക, ഫുൾ സ്ക്രീൻ ആയിക്കോളും. This is a simulation game set in a virtual world and does not represent real life. Please play in moderation.
Take frequent breaks and play responsibly. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് കീ മാപ്പിംഗ് സെറ്റാക്കിയാലേ കളിക്കാൻ പറ്റും. എനിക്കിവിടെ കീ മാപ്പിംഗ് ഒട്ടും ശരിയല്ല. എല്ലാം ഒന്ന് സെറ്റാക്കി കളിക്കേണ്ടി വരും. പക്ഷേ ഞാൻ ഈ ഒരു എമുലേറ്റർ കളിക്കുന്നില്ല. ഞാൻ മോമോയിൽ മാത്രമേ കളിക്കുന്നുള്ളൂ, BGMI. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വീഡിയോ. ഇനി നിങ്ങൾക്ക് കുറച്ച് ഒപ്റ്റിമൈസേഷൻ്റെ ഒരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇരിക്കുന്ന ഗ്രാഫിക്സ് കാർഡിൻ്റെ സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ NVIDIA ഗ്രാഫിക്സ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ വിൻഡോസിൽ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മോർ ഓപ്ഷൻ, NVIDIA കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനി AMD ഗ്രാഫിക്സ് കാർഡ് ആണെങ്കിൽ ഇതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് AMD ഗ്രാഫിക്സ് പാനലിൽ പോവുക. അവിടെ പോയതിന് ശേഷം നിങ്ങൾക്ക് NVIDIA ആയതുകൊണ്ട് ഇമേജ് അഡ്ജസ്റ്റ് പെർഫോമൻസ് പ്രിവ്യൂവിൽ വരിക, യൂസ് മൈ പ്രിഫറൻസിൽ പോവുക. ഇവിടെ വന്നതിന് ശേഷം പെർഫോമൻസ് കൊടുക്കുക, ക്വാളിറ്റി മാറ്റിയിട്ട്, എന്നിട്ട് അപ്ലൈ കൊടുക്കുക. എന്നിട്ട് മാനേജ് 3D സെറ്റിങ്സിൽ വന്നതിന് ശേഷം താഴോട്ട് വരിക. താഴോട്ട് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് മാനേജ് പവർ മോഡിൽ ഒപ്റ്റിമൽ മാറ്റി മാക്സിമം പെർഫോമൻസ് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. ഇത് രണ്ടുമാണ് ഇത് ഡ്രൈവറിൽ ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾ വിൻഡോസിൽ സെർച്ചിൽ വന്നതിന് ശേഷം കൺട്രോൾ പാനൽ. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം ജസ്റ്റ് സെർച്ച് ചെയ്യുക പവർ. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ അൾട്ടിമേറ്റ് പെർഫോമൻസ് ഉണ്ട്. നിങ്ങൾക്കിവിടെ ഹൈ ആയിരിക്കും, വേറെ ഒന്നും ചെയ്യാനില്ല. ഹൈയിൽ തന്നെ പോയതിന് ശേഷം ചേഞ്ച് സെറ്റിങ്സിൽ പോകുക, ചേഞ്ച് അഡ്വാൻസിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് CPU പ്രൊസസ്സർ മാക്സിമം സ്റ്റേറ്റിൽ 100ഉം പ്രൊസസ്സർ മിനിമം സ്റ്റേറ്റ് 0യും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ചെയ്യണം മെയിനായിട്ട്. ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൈസേഷൻ, ഇത് വെറും ബേസിക് ഒപ്റ്റിമൈസേഷൻ മാത്രമാണ്. ഇനി ഒപ്റ്റിമൈസേഷൻ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ അതൊരു കുറച്ച് കമൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ആ വീഡിയോ ചെയ്യണതായിരിക്കും പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പോൾ കാര്യം ഇത്രയുള്ള വീഡിയോ. സത്യം പറഞ്ഞാൽ ഗെയിം ലൂപ്പ് നല്ല സ്റ്റേബിളാണ് കളിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കീ മാപ്പിംഗ് ഒട്ടും ശരിയല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കീ മാപ്പിംഗ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ആരോ കീസുമാണ്, പിന്നെ നമ്പർ പാഡും ഒക്കെയാണ് കളിക്കാൻ വേണ്ടി. അതുകൊണ്ട് എനിക്ക് അതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. ചേഞ്ച് ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് എനിക്ക് ഗെയിം ലൂപ്പ് അത്രയും പറ്റില്ല. പക്ഷേ ഗെയിം ലൂപ്പിൽ കുറച്ചുകൂടി ബുള്ളറ്റ് രജിസ്ട്രേഷനും നല്ല ഒരു ലാഗും ഇല്ലാതെ കളിക്കാൻ പറ്റും. നല്ല സ്മൂത്തായിട്ട് ലോ ഇൻറ്റ് പ്ലേസിന് കളിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ കാര്യത്തിൽ കീ മാപ്പിംഗ് ആയതുകൊണ്ട് ശരിയല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഗെയിം ലൂപ്പിനെ ട്രൈ ചെയ്യും. എന്നെപ്പോലെ ആരോ ഗേജ് കളിക്കാനായി കാണില്ലല്ലോ. ഓക്കെ ഗൈസ്.